എനിക്ക് എന്റെ മുമ്പിൽ വേറെ വഴികളുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു തുടർഭരണം നിലനിൽക്കുന്നു. എന്താണ് എന്റെ ഉദ്ദേശം? അത് നമ്മള് ശശി തരൂര് പറയുന്നതും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് രണ്ടും രണ്ടാണ്. നമ്മള് ശശി തരൂര് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിനെ പറ്റി നമ്മള് ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് 2-3 വീഡിയോകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ശശി തരൂരിനെ പറ്റി നമ്മൾ തൽക്കാലം ചർച്ചയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതിനെ പറ്റി പറയാം. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് തുടർ ഭരണ സാധ്യത നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് UDF ഐക്യം വേണം, കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടാവണം, കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധിക്കും എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, ആളുടെ മനഃശാസ്ത്രം പറഞ്ഞ ആളുടെ ശരീരഭാഷ വെച്ച് നോക്കുമ്പോൾ ആള് പറഞ്ഞത് കോൺഗ്രസിനെതിരെ എടുത്തൊരു നിലപാടായിട്ടല്ല തോന്നിയത്. കാരണം നിലവില് ലോക്സഭ ഇലക്ഷനില് എന്താ പറയുക, UDF വളരെ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ നിയമസഭയിൽ അങ്ങനെ സാഹചര്യം ഉണ്ട് എന്ന് കരുതി UDF നേതാക്കള് എന്താ പറയാ ഉറപ്പായിട്ട് ജയിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, കഴിഞ്ഞ പ്രാവശ്യം മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു KPC പ്രസിഡന്റ്. അദ്ദേഹമാണ് ഇലക്ഷനിലെ ആളുകളൊക്കെ പ്രഖ്യാപിച്ചത്. എന്നിട്ട് 8 നിലയിലാണ് പൊട്ടിയത്. അത് തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു ഉറപ്പാണ്. എന്തൊരു ഒരിക്കലും ആള് പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ തോൽവി ഉണ്ടായിരുന്നത്. ആ ഓർമ്മയുള്ളത് കൊണ്ട് വളരെ എന്താ പറയാ, നിങ്ങളിത് ഇപ്പൊ അധികാരം പിടിച്ചെടുക്കാം, ഞാൻ മുഖ്യമന്ത്രി ആവുന്ന രീതിയിൽ തല്ലും വഴക്കൊക്കെ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സാധ്യത ഇല്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. എല്ലാ കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഐക്യത്തിൽ പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇടതുപക്ഷം തന്നെ ഇവിടെ അധികാരത്തിൽ എത്തും. അത് പറഞ്ഞിട്ടുള്ളത് നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആളുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലായത്. അല്ലാതെ ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരായിട്ടുള്ള രീതിയിലല്ല സംഭാഷണം. കാരണം ആളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ.